പെറ്റ് ഫുഡ്സ് നൽകുമ്പോൾ ദിവസേന 25 മുതൽ 30 ഗ്രാം തീറ്റ നൽകണം. ഒരാഴ്ച കൊണ്ട് മാത്രമേ നായ്ക്കളെ റെഡിമെയ്ഡ് തീറ്റയിലേക്ക് മാറ്റാനാവൂ. 1 വയസ്സ് പ്രായത്തിലുള്ള ചെറിയ, ഇടത്തരം അല്ലെങ്കിൽ വലിയ ഡോഗ്സിന് ദിവസേന യഥാക്രമം 100 ഗ്രാം, 200 ഗ്രാം, 300 ഗ്രാം ഇങ്ങനെ ഫുഡ് കൊടുക്കേണ്ടി വരും. യഥേഷ്ടം ശുദ്ധമായ വെള്ളം കുടിക്കാൻ നൽകണം. പിന്നെ കഴിക്കുന്ന പാത്രങ്ങളെല്ലാം ദിവസേന ശുചിയാക്കി വെക്കണം. തുറന്നെടുക്കുന്ന ഫുഡ് പാക്കറ്റുകൾ റെഫ്രിജറേറ്ററിനകത്ത് സൂക്ഷിക്കണം. പൂപ്പൽ ബാധിച്ച ഫുഡൊന്നും നായ്ക്കൾക്ക് നൽകരുത്. ദഹനക്കേട് സംശയിക്കുന്നുവെങ്കിൽ തീറ്റ ഒഴിവാക്കി, കഴിക്കുന്ന ഫുഡൊക്കെ ഒഴിവാക്കി വെറ്റിനറി ഡോക്ടറെ സേവനം തേടണം. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കേണ്ട അതിൻ്റെ ബാക്കിനകത്ത് പാക്കറ്റുകളിൽ ബാക്കിനകത്ത് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത് മാത്രം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനി പറയുന്നത്. നായ്ക്കളെ നമ്മൾ വളർത്തുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നായ്ക്കളെ പരിചരിക്കുന്നത് മൂലം കൂടിയ രക്തസമ്മർദ്ദം, രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നതോടൊപ്പം ഹൃദ്രോഗത്തെ നിയന്ത്രിക്കാനും സഹായിക്കുമത്രേ. നായ്ക്കളെ വളർത്തുന്ന സ്റ്റോക്ക് ബ്രോക്കർമാരിൽ, അതായത് ഷെയർ ബ്രോക്കേഴ്സ്, അവരിൽ കൂടിയ രക്തസമ്മർദ്ദം കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രായമുള്ളവർ, രോഗികൾ എന്നിവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനും അവരിൽ മാനസികോല്ലാസം വളർത്താനും നായ വളർത്തലിന് കഴിയുമത്രേ. നായ്ക്കൾക്ക് മരുന്ന് നൽകുമ്പോഴും അവയെ കൈകാര്യം ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും വേണ്ട രീതിയിൽ അവ അനുസരിക്കണമെന്നില്ല. നായ്ക്കൾക്ക് മരുന്ന് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലയിനം നായ്ക്കൾ മരുന്നുകൾ തനിയെ കഴിക്കാൻ ഇഷ്ടപ്പെടും. ഗുളികകൾ തേനിൽ ചേർത്ത് നൽകുന്നത് നല്ലതാണ്. ചില നായ്ക്കൾ ഗുളികകൾ കേക്കിൽ വെച്ച് നൽകാറുണ്ടെന്നും ചിലരൊക്കെ. വായിൽ മുറിവോ വ്രണങ്ങളോ ഉള്ള നായ്ക്കളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അസഹ്യമായ വേദന മൂലം ചിലപ്പോൾ അവ കടിക്കാൻ സാധ്യതയുണ്ട്. വായ മൗത്ത് ഗാഗ് ഉപയോഗിച്ച് തുറന്നു പിടിച്ച് മാത്രമേ മരുന്ന് തടവാൻ പാടുള്ളൂ. കണ്ണിൽ മരുന്നൊഴിക്കുമ്പോൾ തല മുകളിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണിൻ്റെ അകത്ത് കോണിലേക്ക് മരുന്നൊഴിക്കണം. ഓയിൽമെൻറ്റുകൾ പുരട്ടുമ്പോൾ നായയുടെ കൺപോള താഴേക്ക് വലിച്ചു പിടിച്ച് പതുക്കെ തടവണം. ചെവിയിൽ മരുന്നൊഴിക്കുമ്പോൾ ആദ്യം ഉണങ്ങിയ പഞ്ഞി ഉപയോഗിച്ച് തുടയ്ക്കണം. പിന്നീട് ചെവിക്കുള്ളിലേക്ക് മരുന്നൊഴിച്ച് ചെവിയുടെ അടിവശം പുറമേ നിന്ന് തടവണം. പെറ്റ് ഫുഡ്സ് നൽകുമ്പോൾ ദിവസേന 25 മുതൽ 30 ഗ്രാം തീറ്റ നൽകണം. ഒരാഴ്ച കൊണ്ട് മാത്രമേ നായ്ക്കളെ റെഡിമെയ്ഡ് തീറ്റയിലേക്ക് മാറ്റാനാവൂ. 1 വയസ്സ് പ്രായത്തിലുള്ള ചെറിയ, ഇടത്തരം അല്ലെങ്കിൽ വലിയ ഡോഗ്സ്